നിക്ഷേപക സമാഹരണ യജ്ഞത്തിന്റെ ഭാഗമായി സഹകരണ മേഖലയിൽ 15,000 കോടി രൂപയുടെ നിക്ഷേപം ലഭിച്ചതായി മന്ത്രി വി.എൻ. വാസവൻ. സഹകരണ അംഗ സമാശ്വാസ പദ്ധതിയുടെ കോട്ടയം ജില്ലാതല സഹായ വിതരണ ഉദ്ഘാടനം ഏറ്റുമാനൂർ KNB ഓഡിറ്റോറിയത്തിൽ നിർവഹിക്കുകയായിരുന്നു മന്ത്രി. നിക്ഷേപക സമാഹരണ യജ്ഞം അവസാനിക്കാൻ ഒരു ദിവസം ബാക്കി നിൽക്കെയാണ് ഈ നേട്ടമെന്ന് മന്ത്രി വി.എൻ. വാസവൻ പറഞ്ഞു. 9,000 കോടി രൂപയാണ് ലക്ഷ്യമിട്ടിരുന്നത്. സഹകരണ മേഖലയ്ക്കെതിരെ കുപ്രചരണങ്ങൾ നടക്കുന്ന കാലത്താണ് ഇത്രയും തുക ലഭ്യമായത്. സമാശ്വാസ പദ്ധതിയിലൂടെ കോട്ടയം ജില്ലയിൽ 7 കോടി രൂപ വിതരണം ചെയ്തെന്നും മന്ത്രി വ്യക്തമാക്കി. വായ്പ എടുക്കുന്ന ലോണിക്ക് ഗുരുതരമായ രോഗം ബാധിച്ചാൽ ചികിത്സാ പരിധി 2,500,000 ലക്ഷം രൂപ വരും. അങ്ങനെയുള്ളത് മറ്റൊരിടത്ത് വായ്പ എടുത്താൽ വായ്പ എടുത്തത് കുറ്റക്കാരനായി കാണുക, സഹകരണയിൽ വായ്പ എടുത്തതിനെ പരിരക്ഷിക്കുക. മൂന്നാമത്തെ കാര്യം, വായ്പ എടുത്ത ആളിന് ഗുരുതരമായ രോഗം ബാധിച്ച് മരണമാണ്. ആ മരണമടയുന്ന ആളിന് 3 ലക്ഷം രൂപ റിസ്ക് പെട്ടത് എത്ര വലിയൊരു സഹായമാണ്. സമാശ്വാസ പദ്ധതിയിൽ സഹകരണ മേഖലയ്ക്ക് നടപ്പാക്കിയപ്പോൾ മറ്റൊരു കൂടി കാര്യങ്ങൾ ഞങ്ങൾ ചർച്ച ചെയ്ത് നടപ്പാക്കിയത് മറ്റൊന്നുമല്ല, നമ്മുടെ സഹകാരികളായിട്ടുള്ള ദീർഘകാലം ഈ മേഖലയിൽ പ്രവർത്തിച്ച് പാരമ്പര്യമുള്ള ഒരു ഡയറക്ടർ അല്ലെങ്കിൽ പ്രസിഡന്റ് ഒരുപക്ഷെ വാർദ്ധക്യങ്ങൾ സഹജമായ അസുഖം ബാധിച്ച് ആരോഗ്യം ശ്രദ്ധിക്കപ്പെടാതെ വരുന്ന അവസ്ഥയിൽ കഴിയുന്നവരെ സഹായിക്കണമെന്ന് തോന്നി. അങ്ങനെയാണ് സഹകാരിക്കൊരു സാന്ത്വനം എന്ന പദ്ധതി തയ്യാറാക്കി ഏറ്റുമാനൂരിലെ ബാങ്ക് പരിഷത്തിന് കൊടുത്തുകൊണ്ടാണ് ഞങ്ങൾ ഉദ്ഘാടനം ചെയ്ത് കാര്യം സൂചിപ്പിക്കുകയാണ്. സർവീസ് സഹകരണ ബാങ്ക് അംഗമായ ഒരാൾക്ക് ഗുരുതരമായ രോഗം ബാധിക്കുകയാണെങ്കിൽ 500,000 രൂപ വരെ ചികിത്സാ സഹായം ലഭിക്കും. വായ്പ എടുക്കുന്ന ആൾക്കാണ് ഗുരുതര രോഗം ബാധിക്കുന്നതെങ്കിൽ അവർക്ക് ചികിത്സാ സഹായമായി 1,4 ലക്ഷം രൂപ വരെ ലഭിക്കും. മറ്റൊരു ബാങ്കിംഗ് മേഖലയിലും ഇത്തരം ആശ്വാസ നടപടികളില്ല. ദീർഘകാലം ഡയറക്ടർ അല്ലെങ്കിൽ പ്രസിഡന്റുമാരായി പ്രവർത്തിച്ചവർക്ക് ഗുരുതരമായ രോഗം ബാധിക്കുകയാണെങ്കിൽ സഹായം ലഭ്യമാക്കുന്ന സഹകാരിക്കൊരു സ്വാന്തനം പദ്ധതിക്കും തുടക്കമിട്ടതായി മന്ത്രി പറഞ്ഞു. സംസ്ഥാന സഹകരണ യൂണിയൻ ഡയറക്ടർ KM രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. വിവിധ സർക്കിൾ സഹകരണ യൂണിയൻ ചെയർമാൻമാർ, സഹകരണ സംഘം പ്രസിഡന്റുമാർ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. രാജ്യത്തിന്റെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഭാരതരത്നം ലോക പ്രശസ്ത കൃഷിശാസ്ത്രജ്ഞൻ കുട്ടനാടിന്റെ അഭിമാനം ഡോക്ടർ MS സ്വാമിനാഥന് സന്തോഷത്തിൽ പങ്കുചേർന്ന് മങ്കൊമ്പ് ഗ്രാമം. കൃഷിയിലും കർഷകക്ഷേമത്തിലും നമ്മുടെ രാഷ്ട്രത്തിന് നൽകിയ മഹത്തായ സംഭാവനകൾ കണക്കിലെടുത്താണ് ഡോക്ടർ MS സ്വാമിനാഥന് ഭാരതരത്നം നൽകുന്നതെന്ന് പ്രധാനമന്ത്രി അറിയിച്ചു. നമ്മുടെ രാജ്യം കാർഷിക മേഖലയിൽ സ്വയം പര്യാപ്തത കൈവരിക്കുന്നതിൽ അദ്ദേഹം നിർണായക പങ്കുവഹിച്ചുവെന്നും ഡോക്ടർ MS സ്വാമിനാഥന്റെ ഉൾക്കാഴ്ചകളെയും നിർദ്ദേശങ്ങളെയും താൻ എല്ലായ്പ്പോഴും വിലമതിക്കുന്നതായും പ്രധാനമന്ത്രി വ്യക്തമാക്കി. മങ്കൊമ്പിലെ തറവാടിനോടും കുട്ടനാട്ടുകാരോടുമുള്ള സ്നേഹം എപ്പോഴും മനസ്സിൽ സൂക്ഷിച്ചിരുന്നു ഡോക്ടർ MS സ്വാമിനാഥൻ. മങ്കൊമ്പ് അവിട്ടം തിരുനാൾ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിനോടും ഈ അടുപ്പമുണ്ട്. ഡോക്ടർ MS സ്വാമിനാഥന് രാഷ്ട്രം പരമോന്നത ബഹുമതി നൽകി ആദരിക്കുമ്പോൾ അതിൽ അഭിമാനം കൊള്ളുകയാണ് ഈ നാട്ടുകാരും. ആദരവ് വൈകിയെത്തിയതിലുള്ള പരിഭവവും ചിലർ പങ്കുവയ്ക്കുന്നു. അദ്ദേഹത്തിന് ഭാരതരത്ന അവാർഡ് എന്ന് പറയുന്നത് വർഷങ്ങൾക്ക് മുമ്പേ കിട്ടേണ്ടതായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഭാരതരത്ന അവാർഡ് വന്നത് വളരെ വൈകിപ്പോയി എന്നുള്ള ഒരു അഭിപ്രായമാണ് നാട്ടുകാരെന്നുള്ള രീതിയിൽ പറയാനുള്ളത്. മങ്കൊമ്പ് അവിട്ടം തിരുനാൾ ഹൈസ്കൂളിന് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ എന്നുള്ള ഒരു പദവി കിട്ടിയത് അദ്ദേഹം കാർഷിക ശാസ്ത്രജ്ഞനായതിൻ്റെ പേരിൽ അന്നിരുന്ന സർക്കാർ നമ്മളുടെ സ്കൂളിൽ അത് ഒരു കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ടുള്ള ഒരു വിദ്യാഭ്യാസ മേഖലയായിരിക്കണം എന്നുള്ള ചിന്താഗതി ഉള്ളതുകൊണ്ടാണ് മങ്കൊമ്പ് അവിട്ടം തിരുനാൾ ഹൈസ്കൂളിന് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ എന്നുള്ള ഒരു പദവി കിട്ടിയത്. മങ്കൊമ്പ് ദേവീക്ഷേത്രത്തിന് സമീപമാണ് ഡോക്ടർ MS സ്വാമിനാഥന്റെ തറവാട്. മങ്കൊമ്പ് നെല്ല് ഗവേഷണ കേന്ദ്രത്തിന് ഡോക്ടർ MS സ്വാമിനാഥന്റെ പേര് നൽകി സംസ്ഥാന സർക്കാരും ഈ മഹാപ്രതിഭയെ ആദരിച്ചിരുന്നു. കാവാലത്ത് മരണപ്പെട്ട നിയമ വിദ്യാർത്ഥിനി ആതിര തിലകിന്റെ മരണത്തിന് കുറ്റക്കാരനായ ആളെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് NDA കുട്ടനാട് മണ്ഡലം കമ്മിറ്റി കൈരളി പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി. ആതിരയുടെ അന്ത്യവിശ്രമ സ്മൃതിയിടത്തിൽ പുഷ്പാർച്ചനയ്ക്ക് ശേഷമാണ് പ്രതിഷേധ മാർച്ച് ആരംഭിച്ചത്. BJP കുട്ടനാട് മണ്ഡലം പ്രസിഡന്റ് വിനോദ് G മഠത്തിൽ മാർച്ചിന് നേതൃത്വം നൽകി. സമരം ജില്ലാ പ്രസിഡന്റ് MV ഗോപകുമാർ ഉദ്ഘാടനം ചെയ്തു. ആതിരയുടെ മരണത്തിന് കാരണക്കാരനായ DYFI നേതാവിനെ
പോലീസ് അറസ്റ്റ് ചെയ്യുന്നതുവരെ BJP ആതിരയുടെ കുടുംബത്തോടൊപ്പം ഉണ്ടാകുമെന്നും കൂടുതൽ ശക്തമായ സമരം തുടരുമെന്നും ഗോപകുമാർ പറഞ്ഞു. പെൺകുട്ടികൾക്ക് സംരക്ഷണം കൊടുക്കാൻ, സ്ത്രീകൾക്ക് സംരക്ഷണം കൊടുക്കാൻ എല്ലാ ദിവസവും മാതൃകാ പോലീസ് സ്റ്റേഷൻ, വനിതാ സൗഹൃദ പോലീസ് സ്റ്റേഷൻ, വലിയ ക്ലാസുകൾ എടുക്കുന്ന പോലീസ് സേവകന്മാർ കാണിക്കുന്ന ഈ തോന്നിവാസം അധികം നാൾ കേരളത്തിൽ നടത്താമെന്ന് നിങ്ങൾ കരുതണ്ട, ഒരു നിമിഷവും വേണ്ട. നിങ്ങളിപ്പോ വിചാരിക്കുന്നത് CPM ഈ കാലം മുഴുവൻ ഈ കേരളം ഭരിക്കുന്നതാണോ? കേരളം ഭരിക്കുന്നതാണോ? 3%, 4% BJP വോട്ടുണ്ടായിരുന്ന ഗുജറാത്തും ത്രിപുരയും പശ്ചിമ ബംഗാളും ഭാരതത്തിലെ സംസ്ഥാനങ്ങളും ഭരിക്കാൻ നിമിഷങ്ങൾക്കകം സാധിച്ച പാർട്ടിയാണ് BJP. കേരളത്തിൽ ഈ പറയുന്ന ഏമാന്മാർ BJP ഭരണത്തിൽ പണിയെടുക്കേണ്ടി വരും, സംശയമൊന്നും വേണ്ട. പ്രതിഷേധ യോഗത്തിൽ BJP ജില്ലാ വൈസ് പ്രസിഡന്റ് TK അരവിന്ദാക്ഷൻ മുഖ്യപ്രഭാഷണം നടത്തി. മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ സുഭാഷ് പറമ്പിശ്ശേരി, മാത്യു ജോസഫ് തെക്കേപ്പറമ്പിൽ, K ഉല്ലാസ്, MJ ഓമനക്കുട്ടൻ, ലത ഓമനക്കുട്ടൻ, മുൻ മണ്ഡലം പ്രസിഡന്റ് D പ്രസന്നകുമാർ, ന്യൂനപക്ഷ മോർച്ച മണ്ഡലം പ്രസിഡന്റ് ജോയി പള്ളിത്താനം, OBC മോർച്ച മണ്ഡലം ജനറൽ സെക്രട്ടറി രാജു വാണിപുരം, രമ്യ സനോജ് തുടങ്ങിയവർ സംസാരിച്ചു. സേവന മേഖലയ്ക്ക് പ്രാമുഖ്യം നൽകി മാന്നാർ ഗ്രാമപഞ്ചായത്തിലെ 2024-25 സാമ്പത്തിക വർഷത്തെ കരട് ബജറ്റ് അവതരിപ്പിച്ചു. വൈസ് പ്രസിഡന്റ് സെലീന നൌഷാദ് അവതരിപ്പിച്ച ബജറ്റിൽ സേവന മേഖലയ്ക്ക് 6 കോടിയിലധികം രൂപയാണ് വകയിരുത്തിയിട്ടുള്ളത്. പ്രാരംഭ ബാക്കി ഉൾപ്പെടെ 22,33,43,672 രൂപ വരവും 21,27,00,000 രൂപ ചെലവും 1,06,43,672 രൂപ മിച്ചവും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് അവതരിപ്പിച്ചത്. ആരോഗ്യം, വിദ്യാഭ്യാസം, ചെറുകിട പരമ്പരാഗത വ്യവസായം, ഗതാഗതം, കുടിവെള്ളം, മാലിന്യ നിർമ്മാർജ്ജനം, ശുചിത്വം, തിരുവിളക്ക് പരിപാലനം, പാർപ്പിടം, പട്ടികജാതി പട്ടികവർഗ ക്ഷേമ, വയോജന ക്ഷേമ, ശിശുക്ഷേമ, സ്ത്രീകളുടെ സുരക്ഷയും ഉന്നമനവും തുടങ്ങിയ എല്ലാ മേഖലകൾക്കും പ്രാധാന്യം നൽകി തയ്യാറാക്കിയ 2024-25 സാമ്പത്തിക വർഷത്തെ ബജറ്റ് ഞാൻ ഈ ഭരണസമിതി അംഗീകാരത്തിനായി സമർപ്പിക്കുന്നു. കാർഷികം, മൃഗസംരക്ഷണം, ആരോഗ്യം, വിദ്യാഭ്യാസം, ചെറുകിട പരമ്പരാഗത വ്യവസായം, ഗതാഗതം, കുടിവെള്ളം, മാലിന്യ നിർമ്മാർജ്ജനം, ശുചിത്വം, തെരുവുവിളക്ക് പരിപാലനം, പാർപ്പിടം, പട്ടികജാതി പട്ടികവർഗക്ഷേമം, വയോജനക്ഷേമം, ശിശുക്ഷേമം, സ്ത്രീകളുടെ സുരക്ഷയും ഉന്നമനവും തുടങ്ങി എല്ലാ മേഖലകൾക്കും ബജറ്റിൽ പ്രാധാന്യം നൽകിയിട്ടുണ്ട്. സേവന മേഖലയ്ക്ക് 6,16,90,000 രൂപയും ഉത്പാദന മേഖലയ്ക്ക് 1,15,25,000 രൂപയും പശ്ചാത്തല മേഖലയ്ക്ക് 74,50,000 രൂപയുമാണ് ബജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഗ്രാമപഞ്ചായത്ത് ഹാളിൽ നടന്ന യോഗത്തിൽ പ്രസിഡന്റ് TV രത്നകുമാരി അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി GV ജയകുമാർ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. കേന്ദ്ര സർക്കാരിന്റെ കേരളത്തോടുള്ള അവഗണനയ്ക്കെതിരെ ഡൽഹിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ നടത്തിയ ധർണാ സമരത്തിന് ഐക്യദാർഢ്യവുമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വെള്ളിനാട് പഞ്ചായത്ത് കമ്മിറ്റി വ്യാഴാഴ്ച വൈകുന്നേരം കിടങ്ങറ ബാങ്ക് ജംഗ്ഷന് സമീപം LDF നേതൃത്വത്തിൽ ഐക്യദാർഢ്യ ധർണ നടത്തി. വ്യാഴാഴ്ച വൈകിട്ട് 4-ന് ആരംഭിച്ച ഐക്യദാർഢ്യ ധർണ CPIM കുട്ടനാട് ഏരിയ സെക്രട്ടറി G ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. പഴയ കാലത്തെ പുറമല്ല, ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഒരു 90% ആളുകളും വിവിധങ്ങളായ മാധ്യമരംഗവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കി പോകുന്നവരാണ്. രണ്ടാമത് നമ്മൾ വീണ്ടും അധികാരത്തിൽ വരുന്നത് അതുകൊണ്ട് തന്നെയാണ്. ജനങ്ങളെ പഴയതുപോലെ പറ്റിക്കാൻ നടക്കത്തില്ല. അപ്പൊ ഈ രണ്ടു കൂട്ടരും കേന്ദ്ര ഗവൺമെന്റ് അനുകൂലമായ നിലപാട് സ്വീകരിക്കുന്നവരാണ്. അതിലൊന്ന് BJP എന്ന് പറയുന്നത് കേന്ദ്രത്തിൽ ഭരിക്കുന്ന ഒരു പാർട്ടിയാണെങ്കിൽ മറ്റേത് ഭരിക്കുന്നതല്ല, പ്രതിപക്ഷത്താണ്. ആ പ്രതിപക്ഷത്ത് ഏതെങ്കിലും നിലയിൽ എന്തെങ്കിലും കാര്യങ്ങൾ വരാൻ പോകുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ അധികാരത്തിൽ വരണമെങ്കിൽ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനങ്ങൾ ഞങ്ങളെ അനുകൂലിക്കണമെന്ന ചിന്ത പോലും ഉള്ളവരല്ല. യോഗത്തിൽ ഷിബു ലൂക്കോസ് അധ്യക്ഷത വഹിച്ചു. നേതാക്കളായ K മോഹൻലാൽ, KV ജയപ്രകാശ്, PC മോനിച്ചൻ, ജോണി പത്രോസ്, തോമസ് കോര, VR സജി, ഔസേപ്പച്ചൻ ചെറുകാട്, MV പ്രിയ ടീച്ചർ, ബിന്ദു ശ്രീകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. കേന്ദ്ര സർക്കാരിന്റെ കേരളത്തോടുള്ള അവഗണന അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് LDF മാന്നാർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബഹുജന സദസ്സ് സംഘടിപ്പിച്ചു. മാന്നാർ സ്റ്റോർ ജംഗ്ഷനിൽ നടന്ന പ്രതിഷേധ യോഗം CPIM ആലപ്പുഴ ജില്ലാ കമ്മിറ്റി അംഗവും മുൻ MLA-യുമായ R രാജേഷ് ഉദ്ഘാടനം ചെയ്തു. 5 വർഷക്കാലത്തേക്ക് രാജ്യത്ത് സംസ്ഥാന സർക്കാരുകളും കേന്ദ്ര സർക്കാരും നടപ്പിലാക്കുന്ന പദ്ധതി അതെങ്ങനെയാവണമെന്ന് തീരുമാനിക്കുന്നതായിരുന്നു രാജ്യത്തെ പ്ലാനിംഗ് കമ്മീഷൻ.
947 മുതൽ നമ്മുടെ രാജ്യത്തെ പ്ലാനിംഗ് കമ്മീഷനുണ്ട്. കൃഷി, വിദ്യാഭ്യാസം, ക്ഷേമ പ്രവർത്തനങ്ങൾ ഇത് സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്തമാണ്. സംസ്ഥാന ഗവൺമെൻറ്റും കേന്ദ്ര സർക്കാരും സംയുക്തമായി ചെയ്യേണ്ട ചില കാര്യങ്ങൾ, അതാണ് കൺകറന്റ് ലിസ്റ്റ്. കേന്ദ്ര സർക്കാർ മാത്രമായി ചെയ്യേണ്ട ചില കാര്യങ്ങൾ, അതാണ് യൂണിയൻ ലിസ്റ്റ്. ഇപ്പോൾ രാജ്യത്തിൻ്റെ ആഭ്യന്തര സംവിധാനത്തിൽ, പ്രതിരോധ സംവിധാനത്തിൽ പണം ചെലവഴിക്കേണ്ടത് സെൻട്രൽ ഗവൺമെൻറ്റാണ്, യൂണിയൻ സർക്കാരാണ്, അത് സംസ്ഥാന സർക്കാരുകളല്ല. കേരള കോൺഗ്രസ് എം ജില്ലാ വൈസ് പ്രസിഡന്റ് രാജു താമരവേലിൽ അധ്യക്ഷനായി. CPIM ഏരിയ സെക്രട്ടറി പ്രൊഫസർ PD ശശിധരൻ, LDF മാന്നാർ പഞ്ചായത്ത് കമ്മിറ്റി കൺവീനർ PN ശെൽവരാജൻ, നേതാക്കളായ BK പ്രസാദ്, TB രത്നകുമാരി, സലീന നൌഷാദ്, CP സുധാകരൻ, KM അശോകൻ, കുര്യൻ മാനാമ്പുറത്ത്, KM സഞ്ജു ഖാൻ, മുഹമ്മദ് ഷാനി തുടങ്ങിയവർ സംസാരിച്ചു. ചമ്പക്കുളം ഗ്രാമപഞ്ചായത്ത് 2023-24 സാമ്പത്തിക വർഷത്തെ ജനകീയാസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി മങ്കമ്പ് വെറ്റിനറി പോളിക്ലിനിക്കിന്റെ സഹകരണത്തോടെ കന്നുകുട്ടികളെ വിതരണം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TG ജലജകുമാരി വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു. പാലുൽപാദനത്തിന് ഒരു പരിധിവരെ പരിഹാരം കാണുന്നതിന് വേണ്ടിയിട്ടാണ്, അതുപോലെ തന്നെ ക്ഷീരകർഷകരെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള പദ്ധതികൾ ഗവൺമെൻറ് ഏറ്റെടുക്കുന്നത്. അതിനുവേണ്ടിയിട്ടാണ് ചമ്പക്കുളം പഞ്ചായത്തിന് 2023-24 സാമ്പത്തിക വർഷത്തിൽ കന്നുകുട്ടി കൊടുക്കുന്നതിന് വേണ്ടിയിട്ടൊരു പദ്ധതി ഏറ്റെടുത്തു. 26 ഗുണഭോക്താക്കളെയാണ് നമ്മൾ തീരുമാനിച്ചത്. ഒരു വാർഡിൽ നിന്ന് 2 പേർക്ക് കൊടുക്കാം എന്നുള്ള ഉദ്ദേശത്തിലാണ് നമ്മൾ 26 ഗുണഭോക്താക്കളെ തീരുമാനിച്ചത്. ആദ്യം പൈസ അടച്ച, ഇതിന് ഗുണഭോക്തൃ വിധം ഉണ്ട്, ആ ഗുണഭോക്തൃ വിധം അടച്ച 10 പേർക്കാണ് ഇപ്പോൾ നമ്മൾ ഈ പദ്ധതി ചെയ്യുന്നത്. നമുക്കൊക്കെ അറിയാം, നമ്മൾ ഇലക്ഷൻ വരുന്നതോടുകൂടി തന്നെ നമുക്ക് ഇത്തരത്തിലുള്ള പദ്ധതികൾ പിന്നെ ചെയ്യാൻ സാധിക്കാത്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ നമ്മൾ ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വരും സമയങ്ങളിൽ ഇത് കൊടുക്കാം. ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഗസ്റ്റിൻ ജോസഫ് അധ്യക്ഷത വഹിച്ചു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മായാദേവി പദ്ധതി വിശദീകരിച്ചു. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഫില്ലമ്മ ജോസഫ്, വാർഡ് മെമ്പർമാർ, സീനിയർ വെറ്ററിനറി സർജൻ ഡോക്ടർ K സിന്ധു, വെറ്ററിനറി സർജൻ ഡോക്ടർ M രതീഷ് ബാബു, മൃഗാശുപത്രി ജീവനക്കാർ, പദ്ധതിയുടെ ഗുണഭോക്താക്കൾ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. 12,000 രൂപ വില വരുന്നതും 6 മാസത്തിനു മുകളിൽ പ്രായമുള്ളതുമായ 10 പശുക്കിടാങ്ങളെ 10 ഗുണഭോക്താക്കൾക്കാണ് വിതരണം ചെയ്തത്. ഇവയ്ക്ക് 1 വർഷത്തേക്ക് ഇൻഷുറൻസ് പരിരക്ഷയും ഉറപ്പാക്കിയിട്ടുണ്ട്. ചങ്ങനാശ്ശേരി സെയിന്റ് ജോസഫ് സ്കൂൾ 130ന്റെ നിറവിൽ. ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി സംഘടിപ്പിച്ചിട്ടുള്ള തലമുറകളുടെ സംഗമം സ്പന്ദനം 2024 വർണ്ണാഭമായ തുടക്കം. വിദ്യാലയം വീടുകളിലേക്ക് എന്ന ആശയവുമായി 5 മേഖലകളായി സംഘടിക്കുന്ന തലമുറകളുടെ സംഗമത്തിന്റെ ആദ്യഘട്ടം പുഴവാത് മേഖലയിൽ നടന്നു. വർണ്ണാഭമായ ഘോഷയാത്രയോടുകൂടി ആരംഭിച്ച മേഖലാ സമ്മേളനം ചങ്ങനാശ്ശേരി നഗരസഭ ചെയർപേഴ്സൺ ബീന ജോബി ഉദ്ഘാടനം ചെയ്തു. കാരണം പലപ്പോഴും ഞാൻ ഇവിടെ സ്കൂളിൽ നിന്ന് പഠിച്ചിട്ട് പോയ പൂർവ്വ വിദ്യാർത്ഥികളായിട്ടുള്ള പ്രായമായവരൊക്കെ സ്കൂളിനെ കുറിച്ച് വളരെ അഭിമാനത്തോടെയും സന്തോഷത്തോടെയും സംസാരിക്കുന്നത് കേൾക്കാൻ സാധിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഞങ്ങളുടെ ബാച്ച് ഇറങ്ങിയ ഞങ്ങളും ഒരുമിച്ച് കണ്ടൊക്കെ എന്തെങ്കിലും ഒരിക്കൽ സ്കൂളിൽ എല്ലാവരോടും ഒരുമിച്ച് കൂടി ആ പഴയ കാലങ്ങൾ അയവർക്കാനായിട്ട് എല്ലാവരും ആഗ്രഹിക്കുന്ന നിമിഷങ്ങളാണ്. ഇപ്പൊ സെന്റ് ജോസഫ് സ്കൂൾ ഇങ്ങനെ ഒരു അവസരം ജനങ്ങളിലേക്ക്, സ്കൂൾ ഒന്നടങ്കം ജനങ്ങളുടെ അടുത്തേക്ക് എത്താനായിട്ട് ഇങ്ങനെയൊരു അവസരം ഒരുക്കിയതിന് സ്കൂളിലെ HMനെയും കൂടെയുള്ള അധ്യാപകരെയും എല്ലാവരെയും ഏറെ അഭിനന്ദിക്കുകയാണ്. പുഴവാത് ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച വർണ്ണാഭമായ റാലിയിൽ കുട്ടികളും പൂർവ്വ വിദ്യാർത്ഥികളും മാതാപിതാക്കളും പങ്കെടുത്തു. PTA പ്രസിഡന്റ് രാകേഷ് VSന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ഏറ്റവും മുതിർന്ന പൂർവ്വ വിദ്യാർത്ഥിയായ ലക്ഷ്മീപുരം കൊട്ടാരത്തിലെ രമണി കേരളവർമ്മയെ ആദരിച്ചു. ചങ്ങനാശ്ശേരി ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ സോണി പീറ്റർ, സിസ്റ്റർ ധന്യ തെരേസ് CMC, സിസ്റ്റർ ജ്യോതി CMC, വർഗീസ് ആന്റണി, ജോമി മാത്യു, ശ്യാം സാംസൺ, പ്രമോദ് എന്നിവർ സംസാരിച്ചു. രണ്ടാമത്തെ മേഖലാ സമ്മേളനം ഈ മാസം 13-ന് ചങ്ങനാശ്ശേരി അഞ്ചപ്പത്തിലും, മൂന്നാമത്തെ മേഖലാ സമ്മേളനം കിടങ്ങറ SNDP ഹാളിലും, നാലാമത്തെ മേഖലാ സമ്മേളനം
കുരിശുമൂട് ജിമ്മി പടനിലം സെന്ററിലും 5ാമത്തെ മേഖലാ സമ്മേളനം തൃക്കൊടിത്താനം സെന്റ് സേവിയേഴ്സ് ഫൊറോന ദേവാലയാങ്കണത്തിലും നടത്തും. KSRTC ആലപ്പുഴ ഡിപ്പോയിൽ നിന്ന് പുളുങ്ങുന്നു ചതുർത്ഥിയാഗിരിക്കുള്ള ബസ് സർവീസ് ആരംഭിച്ചു. രാവിലെ 6:45 മങ്കമ്പ് വഴി ചതുർത്ഥിയാഗിരിയിലെത്തി 7:45 അവിടെ നിന്നും മങ്കമ്പ്, ചമ്പക്കുളം, കഞ്ഞിപ്പാടം, മണ്ടാനം വഴി ആലപ്പുഴയിൽ എത്തും വിധമാണ് സർവീസ് ക്രമീകരിച്ചിട്ടുള്ളത്. ചതുർത്ഥിയാരിക്കാരുടെ ഒരു വലിയൊരു അഭിലാഷമായിരുന്നു മണ്ടാനം വഴി ഒരു സർവീസ് ആലപ്പുഴയ്ക്ക് വേണമെന്നുള്ളത്. അത് നമ്മുടെ ഇവിടെ പ്രധാനപ്പെട്ട ആഴ്ച സൂചിപ്പിച്ചതുപോലെ നവകേരള സദസ്സില് ഇങ്ങനെ ഒരു ആവശ്യം ഉന്നയിക്കും. അതിന് കൂടുതൽ മുൻകൈ എടുത്തുകൊണ്ട് നമ്മുടെ അഡ്വക്കേറ്റ് മധു അക്കാര്യത്തിലെ കൂടുതൽ മുൻകൈ എടുത്തുകൊണ്ടും നമ്മുടെ എല്ലാവരുടെയും കൂടെ സഹകരണത്തോടു കൂടി അവിടെ അതിന് നൽകുകയും അത് നമുക്ക് ഉടൻ തന്നെ അത് അനുവദിക്കുകയും ചെയ്തത് വലിയൊരു കാര്യമാണ്. നവകേരള സദസ്സിൽ വെളിയനാട് ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആശാദാസും പുളിങ്ങുന്ന് ഗ്രാമപഞ്ചായത്ത് 1ാം വാർഡ് മെമ്പർ അന്നമ്മ ഔസേഫും ചതുർത്ഥിയാഗിരി നിവാസികളും ചേർന്ന് സമർപ്പിച്ച അപേക്ഷയിലാണ് നടപടിയായത്. പുളിങ്ങുന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് പത്മജ അഭിലാഷ്, ആശാദാസ്, CPIM മങ്കൊമ്പ് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി PK പൊന്നപ്പൻ, ജതീന്ദ്രൻ, VK വേണുഗോപാൽ, അഡ്വക്കേറ്റ് മധു, കുഞ്ഞുമോൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. KPMS 53ാമത് സംസ്ഥാന സമ്മേളനം മാർച്ച് 25, 26, 27 തീയതികളിൽ തിരുവല്ലയിൽ നടക്കും. 25-ന് പത്തനംതിട്ട, കോട്ടയം, ആലപ്പുഴ, കൊല്ലം കേന്ദ്രീകരിച്ചിട്ടുള്ള പ്രകടനവും 26, 27 തീയതികളിൽ പ്രതിനിധി സമ്മേളനവുമാണ് ക്രമീകരിച്ചിട്ടുള്ളത്. സമ്മേളനത്തിന്റെ ഭാഗമായി സമകാലിക പ്രാധാന്യമുള്ള വിഷയങ്ങളെ അധികരിച്ചുള്ള സെമിനാറുകളും സാംസ്കാരിക പരിപാടികളും നടക്കും. പൊതു തെരഞ്ഞെടുപ്പും ജാതി സെൻസസ് ഉൾപ്പെടെയുള്ള സാമൂഹിക വിഷയങ്ങളും നിലനിൽക്കുന്ന സാഹചര്യത്തിൽ സംഘടിപ്പിച്ചിട്ടുള്ള സമ്മേളനത്തിന് വലിയ സാമൂഹിക രാഷ്ട്രീയ പ്രാധാന്യമാണുള്ളത്. സമ്മേളനത്തിന്റെ സംഘാടക സമിതി രൂപീകരണ യോഗം തിരുവല്ല കുറ്റൂർ ഗ്രാമപഞ്ചായത്ത് ഹാളിൽ ജനറൽ സെക്രട്ടറി പുന്നല ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ സംഘടനയുടെ ഇന്നത്തെ ശേഷിക്കനുസരിച്ച് ഒരു സമ്മേളനം നടത്താൻ കഴിയുന്ന ഭൗതിക സാഹചര്യം തിരുവല്ലയ്ക്കില്ല. പക്ഷെ തിരുവല്ലയിൽ സമ്മേളനം നടത്താൻ നമ്മൾ തീരുമാനിച്ചു. തിരുവല്ല കണ്ട ഒരുപക്ഷെ ഈ പ്രദേശം കണ്ട ഏറ്റവും വലിയ ജനസഞ്ചയത്തെയാണ് ഈ സമ്മേളനത്തിലൂടെ നമ്മൾ അണിനിരത്താൻ പോകുന്നത്. കാരണം നിങ്ങൾക്ക് ഇനി സമ്മേളനം എന്താണ് കിട്ടുന്നത് 10 വർഷത്തിന് ശേഷമാണ്. നമ്മൾ നിൽക്കുന്നത് 2023 പിന്നെ ഏതാണ്ട് 30-34 ആകുമ്പോഴേക്ക് അടുത്ത സമ്മേളനം വരും. KPMS പത്തനംതിട്ട ജില്ലാ ചുമതലക്കാരും സെക്രട്ടേറിയറ്റ് അംഗങ്ങളുമായ MS സുനിൽകുമാർ, അഖിൽ K ദാമോദരൻ, CK ഉത്തമൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള 501 അംഗ സംഘാടക സമിതിക്കാണ് സമ്മേളനത്തിന്റെ നടത്തിപ്പ് ചുമതല. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ജനദ്രോഹ നയങ്ങൾക്കെതിരെ SUCI കമ്മ്യൂണിസ്റ്റ് സംഘടിപ്പിക്കുന്ന ദേശീയ പ്രക്ഷോഭത്തിന്റെ ഭാഗമായി ഫെബ്രുവരി 28-ന് സെക്രട്ടേറിയറ്റ് നടയിൽ നിന്നും രാജ്ഭവനിലേക്ക് മാർച്ച് നടത്തുന്നു. ഇതിനു മുന്നോടിയായുള്ള ദേശീയ പ്രക്ഷോഭ വിശദീകരണ യോഗങ്ങൾക്ക് തുടക്കമായി. SUCI കുട്ടനാട് വടക്ക് ലോക്കൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വടക്കൻ വെളിയനാട് സംഘടിപ്പിച്ച യോഗം സംസ്ഥാന കമ്മിറ്റി അംഗം വർഗീസ് M ജേക്കബ് ഉദ്ഘാടനം ചെയ്തു. +2 കഴിഞ്ഞ് ഡിഗ്രി എടുത്ത് MA MSc ഒക്കെ എടുത്ത് കഴിഞ്ഞു വന്നവർക്കും 10 വരി എഴുതിയാൽ 15 തെറ്റുണ്ടാവും. പ്രസിദ്ധനായ കവി ചുള്ളിക്കാട് അദ്ദേഹം ഒരു കോളേജിൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടുത്തെ MA മലയാളം പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടി ഒരു കത്തെഴുതി അദ്ദേഹത്തിന് കൊടുത്തു. അത് വായിച്ചു നോക്കിയപ്പോൾ മുഴുവൻ അക്ഷരപ്പശ. അപ്പൊ MA മലയാളം പഠിക്കുന്ന കുട്ടി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ പുസ്തകം പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിയാണ്. ആ കുട്ടി ഇത്ര എഴുതപ്പെടുത്തേക്ക് ഇത്ര അക്ഷരത്തെറ്റെങ്കിൽ പിന്നെ എന്റെ പുസ്തകം എന്തിനാണ് അവിടെ പഠിപ്പിക്കുന്നത്? അതുകൊണ്ട് ഇനി അത് പഠിപ്പിക്കണ്ട എന്ന് അദ്ദേഹം അന്ന് പരസ്യമായി പറഞ്ഞു. യോഗത്തിൽ നന്ദനൻ വലിയപറമ്പ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ T മുരളി, PR സതീശൻ, ബിജു സേവ്യർ എന്നിവർ സംസാരിച്ചു. വാലടി കൂട്ടുമേൽ ദേവീക്ഷേത്രത്തിലെ തിരുവുത്സവത്തിന് വ്യാഴാഴ്ച കൊടികയറി. ഇതോടനുബന്ധിച്ച് നടന്ന തിരുവുത്സവ മഹാസഭ സംസ്ഥാന ചീഫ് സെക്രട്ടറി ഡോക്ടർ V വേണു IAS ഉദ്ഘാടനം ചെയ്തു. വ്യാഴാഴ്ച വൈകുന്നേരം 6-ന് ക്ഷേത്രം തന്ത്രി പെരിഞ്ഞേരിമന ബ്രഹ്മശ്രീ വാസുദേവൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിലായിരുന്നു തൃക്കൊടിയേറ്റ്.
മേൽശാന്തി തിരുവല്ല കാരക്കാട്ടില്ലം ബ്രഹ്മശ്രീ മനോജ് നമ്പൂതിരി സഹകാർമ്മികനായി. തുടർന്നാരംഭിച്ച തിരുവുത്സവ മഹാസഭ ചീഫ് സെക്രട്ടറി വി വേണു IAS ഉദ്ഘാടനം ചെയ്തു. എനിക്ക് സിവിൽ സർവീസിൽ പ്രവേശനം ലഭിച്ച ശേഷം ഞങ്ങളിവിടെ വന്നിരുന്നു. അങ്ങനെ ഏറെ വൈകാരികമായ ഒരു ബന്ധം സൂക്ഷിക്കുന്ന ഒരിടമാണിത്. അപ്പോൾ ഇന്ന് ഈ പ്രയാസങ്ങൾക്കിടയിലും ഞാൻ ഇവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ അത് ദേവിയുടെ ഒരു ആജ്ഞയാണ് എന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം. അത് വന്നപ്പോഴാണെങ്കിൽ ഇതൊരു കുടുംബയോഗത്തിലേക്ക് വന്ന സന്തോഷമാണ്. ഇവിടെ നിൽക്കുകയും നിങ്ങളുടെ സ്നേഹത്തിന് പാത്രമാവുകയും ചെയ്യുക എന്നുള്ളത് ഞാൻ എൻ്റെ ഹൃദയത്തിൽ ചേർത്ത് വെക്കുന്ന ഒരു നിമിഷമാണ് എന്ന് മാത്രമാണ് പറയാനുള്ളത്. വിയപുരം തുരുത്തി റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉടൻ ആരംഭിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് ചീഫ് സെക്രട്ടറി അറിയിച്ചു. യോഗത്തിൽ ദേവസ്വം പ്രസിഡന്റ് PG സോമനാഥക്കുറുപ്പ് അധ്യക്ഷത വഹിച്ചു. S മണിലാൽ പണിക്കർ, MP ഭാസ്കരൻ നായർ, G അരവിന്ദാക്ഷക്കുറുപ്പ് തുടങ്ങിയവർ സംസാരിച്ചു. ഫെബ്രുവരി 15 വ്യാഴാഴ്ച ആറാട്ടോടുകൂടി വാലടി കൂട്ടുമ്മേൽ ദേവീക്ഷേത്രത്തിലെ തിരുവുത്സവത്തിന് സമാപനമാകും. ചങ്ങനാശ്ശേരി അതിരൂപത 25ാമത് ബൈബിൾ കൺവെൻഷന് ഒരുക്കങ്ങൾ പൂർത്തിയായി. വചനപ്രഘോഷകൻ ഫാദർ ഡാനിയൽ പൂർണ്ണത്തിൽ കൺവെൻഷൻ നയിക്കും. ഫെബ്രുവരി 14 മുതൽ 18 വരെയുള്ള ദിവസങ്ങളിലായി ഉച്ചകഴിഞ്ഞ് 3:30 മുതൽ വൈകിട്ട് 9 വരെയാണ് കൺവെൻഷൻ നടക്കുക. ഫെബ്രുവരി 14 ബുധനാഴ്ച വൈകുന്നേരം 5:30 ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പെരുന്തോട്ടം കൺവെൻഷന്റെ ഉദ്ഘാടനം നിർവഹിക്കും. 4:30 ആഘോഷമായ വിശുദ്ധ കുർബാനയ്ക്ക് കാഞ്ഞിരപ്പള്ളി രൂപതാ മെത്രാൻ മാർ ജോസ് പുളിക്കൽ മുഖ്യ കാർമ്മികത്വം വഹിക്കും. 15 വ്യാഴാഴ്ച 4:30 വിശുദ്ധ കുർബാനയ്ക്ക് മാർ ജോസഫ് പെരുന്തോട്ടം മുഖ്യ കാർമ്മികനാവും. ഫെബ്രുവരി 16 വെള്ളിയാഴ്ച ഉപവാസ ദിനമായി ആചരിക്കും. ഉച്ചകഴിഞ്ഞ് 2 മുതൽ സീനിയർ സിറ്റിസൺ സംഗമം നടക്കും. ശനിയാഴ്ച ചങ്ങനാശ്ശേരി അതിരൂപത യൂക്കരിസ്റ്റിക് കോൺഗ്രസ് 3:30 പ്രാരംഭ പ്രദക്ഷിണം, ആഘോഷമായ വിശുദ്ധ കുർബാന, ദിവ്യകാരുണ്യ പ്രദക്ഷിണം എന്നിവയുണ്ടാകും. സമാപന ദിവസമായ 18 ഞായറാഴ്ച യുവജന കൺവെൻഷൻ നടക്കും. സമാപന സന്ദേശം ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പെരുന്തോട്ടം നൽകും. എല്ലാ ദിവസവും ഗാന ശുശ്രൂഷ, വചനപ്രഘോഷണം, ആരാധന എന്നിവ നടക്കും. 15,000 പേർക്ക് കൺവെൻഷനിൽ പങ്കെടുക്കുവാനുള്ള ക്രമീകരണമാണ് ഒരുക്കിയിട്ടുള്ളതെന്നും സംഘാടകർ അറിയിച്ചു. വലിയ നോമ്പിൻ്റെ ആരംഭത്തിലെ ആദ്യ ആഴ്ചയിലാണ് ഈ കൺവെൻഷൻ പതിവ് പ്രകാരം നടത്താറുള്ളത്. ഈ വർഷം ഫെബ്രുവരി 14 മുതൽ 18 വരെയുള്ള തീയതികളിൽ നടത്തപ്പെടുന്നു. പ്രശസ്ത ധ്യാനഗുരുവായ ബഹുമാനപ്പെട്ട ദാനിയേൽ പൂവണ്ണത്തിലച്ചനാണ് ബൈബിൾ കൺവെൻഷന് നേതൃത്വം നൽകുന്നത്. ഉച്ചകഴിഞ്ഞ് 3:30 മുതൽ 9 മണി വരെയുള്ള സമയത്താണ് കൺവെൻഷന്റെ ക്രമീകരണം. ജപമാല, പ്രാർത്ഥന ശുശ്രൂഷ, പരിശുദ്ധ കുർബാന, വചനപ്രഘോഷണം, ദിവ്യകാരുണ്യ ആരാധന ഇവയോടുകൂടിയാണ് ഇവയെല്ലാം കർമ്മങ്ങൾ സമാപിക്കുന്നത്. വാർത്താസമ്മേളനത്തിൽ വികാരി ജനറൽമാരായ മോൺസിഞ്ഞോർ ജോസഫ് വാണിയപ്പുരയ്ക്കൽ, മോൺസിഞ്ഞോർ വർഗീസ് താനമാവുങ്കൽ, ജനറൽ കൺവീനർ കത്തീഡ്രൽ ഫൊറോന വികാരി ഫാദർ ഡോക്ടർ ജോസ് കൊച്ചുപറമ്പിൽ, ബൈബിൾ അപ്പോസ്തലേറ്റ് ഡയറക്ടർ ഫാദർ ജോർജ് മാന്തുരുത്തി, കോർഡിനേറ്റർമാർ എന്നിവർ പങ്കെടുത്തു. മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ നേതൃത്വത്തിൽ സഹോദരൻ സാധുജന ക്ഷേമ പദ്ധതിയുടെ 2ാം വാർഷികം ശനിയാഴ്ച രാവിലെ 11 പരുമല സെമിനാരി ഓഡിറ്റോറിയത്തിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പൂയം തിരുനാൾ ഗൗരി പാർവതി ഭായ് തമ്പുരാട്ടി സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. ആളുകളിൽ വലിയ സഹകരണം നമുക്കുണ്ടായി. ഈ കഴിഞ്ഞ 2 വർഷം കൊണ്ട് ഏതാണ്ട് 12.25 കോടി രൂപയോളം ഇതിന് വരുമാനമുണ്ടായി. അതായത് ഒരു 6.25 കോടി വെച്ച് ഒരു വർഷം വീതം വന്നിട്ടുണ്ട്. അതിൽ 12 കോടി 10 ലക്ഷവും നമ്മൾ ചെലവഴിച്ചു കഴിഞ്ഞു സാധാരണക്കാർക്ക്. പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവ അധ്യക്ഷത വഹിക്കുന്ന സമ്മേളനത്തിൽ ഡോക്ടർ യുയാക്കീം മാർ കൂറിലോസ് സഫ്രഹൻ മെത്രാപ്പോലീത്ത മുഖ്യ സന്ദേശം നൽകും. നൂതന പദ്ധതിയായ കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ പ്രൊജക്ട് കോട്ടയം അതിരൂപത സഹായ മെത്രാപ്പോലീത്ത ഗീവർഗീസ് മാർ അപ്രേം ഉദ്ഘാടനം ചെയ്യും. മൊബൈൽ പാലിയേറ്റീവ് കെയർ യൂണിറ്റിന്റെ ഉദ്ഘാടനം ബിഷപ്പ് ഉമ്മൻ ജോർജും പരസ്പര സഹകരണത്തോടെ നിർമ്മിക്കുന്ന 100 ഭവനങ്ങളുടെ നിർമ്മാണ ഉദ്ഘാടനം സച്ചിദാനന്ദ സ്വാമികളും നിർവഹിക്കും. സഭാംഗമായ ജേക്കബ്സ് കറിയ മലങ്കര മെത്രാപ്പോലീത്തായുടെ പേരിൽ ദാനമായി നൽകിയ സ്ഥലത്ത് ഭൂരഹിതരായ നിർധനർക്ക് സഭാംഗങ്ങളായ വ്യക്തികൾ നിർമ്മിച്ചു നൽകിയ 9 വീടുകളുടെയും
കോട്ടയം ബെസേലിയോസ് കോളേജ് സ്പോൺസർ ചെയ്തിട്ടുള്ള ഒരു വീടിൻ്റെയും താക്കോൽദാനവും നിർവഹിക്കപ്പെടും. ഡോക്ടർ യുഹാനോൻ മാർ ക്രിസോസ്റ്റമസ് മെത്രാപ്പോലീത്ത, മാന്നാർ ജുമാ മസ്ജിദ് ചീഫ് ഇമാം കെ സഹലബത്ത് ദാരിമി, അൽമായ ട്രസ്റ്റി റോണി വർഗീസ് എന്നിവർ സംസാരിക്കും. ബെസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവ, പരുമല ആശുപത്രി CEO ഫാദർ MC പൗലോസ്, പരുമല സെമിനാരി മാനേജർ ഫാദർ KV പോൾ റമ്പാൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. പോലീസ് വാഹനം ഇടിച്ച സ്കൂട്ടർ യാത്രക്കാരനായ യുവ ക്ഷീരകർഷകൻ മരിച്ചു. എടത്വ 20 ചിറ വീട്ടിൽ ബേബി വർഗീസിന്റെയും സുനിയുടെയും മകൻ സാനിയാണ് മരിച്ചത്. 29 വയസ്സായിരുന്നു. കഴിഞ്ഞ ദിവസം രാത്രി 8:30 പച്ച ലൂർദ് മാത ആശുപത്രിക്ക് സമീപത്ത് വെച്ചാണ് അപകടമുണ്ടായത്. ആലപ്പുഴ ഭാഗത്തു നിന്ന് വന്ന പോലീസ് ജീപ്പും പച്ചയിലേക്ക് പോവുകയായിരുന്ന സാനിയുടെ സ്കൂട്ടറും തമ്മിൽ ഇടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ പോലീസ് വാഹനത്തിന്റെ അടിയിൽപ്പെട്ട സ്കൂട്ടറും സാനിയും 5 മീറ്ററോളം നിരങ്ങി നീങ്ങിയ ശേഷമാണ് നിന്നതെന്ന് നാട്ടുകാർ പറയുന്നു. സാനിയെ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ആലപ്പുഴ സൗത്ത് സ്റ്റേഷനിലെ CIയുടെ ജീപ്പാണ് അപകടത്തിൽപ്പെട്ടത്. ആലപ്പുഴ, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലെ വാർത്തകൾക്കും ലൈവ് പ്രോഗ്രാമുകൾക്കുമായി മാന്യപ്രേക്ഷകർ കുട്ടനാട് കേബിൾ വിഷൻ എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നു സ്വപ്ന ജ്വല്ലറി. അഴകേറും സ്വപ്നങ്ങൾക്ക് നിറവേകും സ്വപ്ന ജ്വല്ലറി, ചങ്ങനാശ്ശേരി. സ്വർണം ഗ്രാമിന് 5770 രൂപ, പവന് 46,160 രൂപ. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.